ദൈവരാഗം രചന സംഭാഷണമായി തിരിഞ്ഞിട്ട് ഭാഗം 51 ഗംഭീരമായിരുന്നു. ആ നോക്കി പോകും. താൻ ട്രാൻസ്ഫർ കണ്ടോ? സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതും വൈഷ്ണവി തേടിച്ചത് സിദ്ധാർത്ഥിന്റെ അഭിനന്ദന പ്രഭാവമായിരുന്നു. ഇല്ല പഠിച്ചില്ല. വിയർത്ത് കുളിച്ച് നിങ്ങൾ അവനെ നോക്കി വെച്ച് പുഞ്ചിരി നൽകി. നന്നായിട്ടുണ്ട് പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. സിദ്ധാർത്ഥ് അവരുടെ മുഖം മുഴുവൻ ആർത്തിയോടെ കണ്ണുകൾ ഒഴിച്ചു. താങ്ക്സ്. വളരെ നേർത്ത ശബ്ദത്തിൽ വൈശാഖിയിൽ നിന്നും മറുപടി ഉയർന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ആ സംസാരം അവസാനിപ്പിച്ച് അവിടെ നിന്നും പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. കോളേജ് ഫസ്റ്റിന് ഡാൻസ് ഐറ്റങ്ങളിലെല്ലാം ഇനി വൈശാഖിയുടെ പേരും ഉണ്ടാവും. ഉറപ്പിച്ചതുപോലെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അപ്പോഴത്തെ സംസാരം. അത് പിന്നെ അവൾ എന്തോ മറുപടി കൊടുക്കുവാനായി തുനിഞ്ഞപ്പോഴാണ് ബാലുവും കൂട്ടരും വൈശുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. എൻ്റെ കൊച്ചേ, എന്തൊരു കിടുക്കാച്ചി ഐറ്റമായിരുന്നു. ഹോ, ഒന്നും പറയാനില്ല. അടുത്തേക്ക് ചെന്ന് വൈശാഖിയുടെ തോളിലേക്ക് കൈയിട്ട് നിന്നു ഭാസ്കരൻ. അവളെ പൊതിഞ്ഞുകൊണ്ട് ബാക്കി മൂവരും. വൈശുവിന് ജീവൻ തിരിച്ചു കിട്ടിയ അവസ്ഥയായിരുന്നു ആ നേരം. അവൾ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. സ്റ്റേജിൽ നിന്നും എന്തോ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടതും വൈശുവിനെ ഒരു വട്ടം കൂടി ചിരിച്ചു കാട്ടിയിട്ട് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ നല്ലൊരു അസല് പ്രേമത്തിൻ്റെ മണം വരുന്നുണ്ട്. സിദ്ധാർത്ഥ് പോയ വഴിയെ നോക്കി നിർമ്മൽ പറഞ്ഞു. അത് പിന്നെ പണ്ട് തൊട്ടേ അടിക്കുന്ന മണമാ, ജോബിൻ കൂട്ടിച്ചേർത്തു. പാവം ഞങ്ങളുടെ മാഷ്. റോസിൻ്റെ കളിയാക്കൽ പുറകെ തന്നെ എത്തി. വൈശാഖി ചൂളിപ്പോയി. എൻ്റെ കൊച്ചു ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുന്ന കണ്ടില്ലേ. ബാലു പൊടുന്നനെ അവളുടെ രക്ഷയ്ക്കായി എത്തി. അവളെയും കുട്ടി നേരെ ക്യാൻറ്റീനിലേക്ക് അയാൾ നടക്കുമ്പോൾ ആ ഒരു പൊട്ടിച്ചിരിയോടെ ആ മൂവരും അവരെ പിന്തുടർന്നു. ഉച്ചയ്ക്ക് ഓണസദ്യയായിരുന്നു, അത് ഓഡിറ്റോറിയത്തിൽ. ഇത്തവണ പതിവിന് വിപരീതമായി അധ്യാപകരായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തത്. എല്ലാവരും ഓരോ വരിയായി പന്തിയിലിരിക്കുന്നത് പോലെ തറയിലിരുന്നു. വൈശുവും കൂട്ടരും അടുത്തടുത്തായിട്ട് തന്നെയാണ് ഇരുന്നത്. തൂശനിലയിൽ ചോറും കറികളും നിറഞ്ഞു. എല്ലാവരും സദ്യ ആസ്വദിച്ച് കഴിച്ചു തുടങ്ങി. ഇതിന് ഭയങ്കര ടേസ്റ്റ്. കൂട്ടത്തിലുള്ള മധുരക്കറി എടുത്ത് വായിലിട്ട് നുണഞ്ഞിറക്കിക്കൊണ്ട് വൈശാഖി സ്വയം പറഞ്ഞു. അത്രയ്ക്കിഷ്ടായോ? പെണ്ണിൻ്റെ പറച്ചിൽ കേട്ടതും റോസ് അവളുടെ ഇലയിലിരുന്നത് കൂടി വൈശുവിൻ്റെ ഇലയിലേക്ക് വെച്ചു കൊടുത്തു. താങ്ക്സ് ഡി. അതും എടുത്ത് വായിലിട്ട് പെണ്ണ്. ഞങ്ങളൊക്കെ നേരത്തെ തന്നെ തിന്നു തീർത്തു. നിർമ്മൽ അവളെ നോക്കി പല്ലിളിച്ച് കാട്ടി. എനിക്കിനിയും വേണം, കിട്ടുമോ? വൈശു അവനെ നോക്കി ചുണ്ടുകൾ ചുളുക്കി. നോക്കാം. ചോറും കറികളും വിളമ്പാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ടീച്ചർമാരെ ശ്രദ്ധിച്ചുകൊണ്ട് ബാലു പറഞ്ഞു. ദേവാ. അപ്പോഴാണ് സാമ്പാറിൻ്റെ ഒരു തൂക്കുപാത്രം പിടിച്ചുകൊണ്ട് മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ അച്ഛേ, സാമ്പാർ വേണോ? അവൻ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തിരക്കി. സാമ്പാർ വേണ്ട, ഇത്തിരി കൂടി മധുരക്കറി കിട്ടാൻ വല്ല വകുപ്പും ഉണ്ടോ? ബാലു രഹസ്യം പോലെ ചോദിച്ചു. നോക്കട്ടെ. മരവാഴക്കൂട്ടങ്ങളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് മഹാദേവൻ ആ തൂക്കുപാത്രം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നത് കണ്ടു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ദേവൻ ഒരു പാത്രം എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നു. ആർക്കാ വേണ്ടേ മധുരക്കറി? അവൻ അവരുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. ദേ ഇവക്കാ. ഒട്ടൊരു പരവേശത്തോടെ ഇരിക്കുന്ന വൈശാഖിയെ ചൂണ്ടിക്കാട്ടി ബാലു ചിരിച്ചു. മഹാദേവൻ ആ പെണ്ണിനെ ഒന്ന് നോക്കി. ആള് തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, ഇലയിലേക്ക് നോക്കി കുനിഞ്ഞാണ് ഇരിപ്പ്. മതിയോ? ഒരു സ്പൂൺ അവളുടെ ഇലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവൻ ചോദിച്ചു. മതിയെന്നോ ഇല്ലെന്നോ പെണ്ണവള് പറഞ്ഞില്ല. പെണ്ണ് സ്വയം അറിയാതെ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കിപ്പോയി. വൈശാഖിയുടെ കണ്ണുകൾ വെപ്രാളത്തോടെ മഹാദേവൻ്റെ കണ്ണുകളുമായി ഒന്ന് ഇടഞ്ഞു. ശരീരത്തിലൊരു വിറയൽ പടരുന്ന അറിഞ്ഞതും വൈശു പൊടുന്നനെ അവനിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. ദേവൻ ഒരു സ്പൂൺ കൂടി അവളുടെ ഇലയിലേക്ക് വിളമ്പിക്കൊടുത്തു. അവക്കാ കറി ഒത്തിരി ഇഷ്ടമായും തോന്നുന്നു, കുറച്ചുകൂടി ഇട്ട് കൊടുക്ക് ദേവാ. ബാലു പതിഞ്ഞ ഒച്ചയിൽ മകന് നിർദ്ദേശം കൊടുത്തതും മഹാദേവൻ്റെ ചുണ്ടിൽ എന്തിനോ എന്ന പോലെ ഒരു കുഞ്ഞി ചിരി വിരിഞ്ഞു. അവളുടെ ഇലയിൽ വീണ്ടും ഒരു 3-4 തവി കൂടി അവൻ വിളമ്പിക്കൊടുത്തു. മതിയോ? ഇനിയും വേണോ? അടുത്ത നിമിഷം തന്നെ അവളെ തേടിയെത്തി അവൻ്റെ ഗൗരവം നിറഞ്ഞ ചോദ്യം. മതി. പായസം പോലെ വിളമ്പി വെച്ചിരിക്കുന്ന മധുരക്കറിയിലേക്ക് നോക്കിയപ്പോൾ മനസ്സ് നിറഞ്ഞു പോയിരുന്നു പെണ്ണിൻ്റെ. മഹാദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും വൈശാഖി ഇലയിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തി. വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചിട്ട് അടുത്ത പരിപാടികളിലേക്ക് അവർ തിരിഞ്ഞു. എടി, വടംവൽ ഇപ്പോൾ തുടങ്ങും, ബാത്റൂമിൽ പോയിട്ട് നീ വേഗം വാ. മത്സരം തുടങ്ങുവാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് മൈക്കിലൂടെ മുഴങ്ങിക്കേട്ടതും റോസിന് ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. അവൾ ബാത്റൂം സെക്ഷൻ്റെ മുമ്പിലുള്ള വലിയ ഹാളിൽ നിന്നിട്ട് വൈശാഖിയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു.
എല്ലാവരും മത്സരം കാണാൻ വേണ്ടി ഗ്രൗണ്ടിൽ കൂടിയതുകൊണ്ട് ഗ്രൗണ്ടിന് കുറച്ചകലെ മാറിയുള്ള കോളേജിന് പുറത്തുള്ള ആ ടോയ്ലറ്റും പരിസരവും ശൂന്യമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഗ്രൗണ്ടും ആൾക്കൂട്ടവും കാണുകയും ചെയ്യാം. ഞാനിപ്പോൾ വരാവേ, നീ വേണേ പോക്കോടി. വൈശാഖി അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. നീ വന്നിട്ടേ ഞാൻ പോണുള്ളൂ. റോസ് അതും പറഞ്ഞ് ടോയ്ലറ്റ് സെക്ഷൻ്റെ പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് ഉറ്റുനോക്കി നിന്നു. പൊടുന്നനെയാണ് അവളുടെ ഫോണിൽ വീട്ടിൽ നിന്നുള്ള കോള് വന്നത്. 1-2 വട്ടം കട്ട് ചെയ്ത് വിട്ടെങ്കിലും തുടരെയുള്ള വിളി വന്നതും റോസ് കോളെടുത്തു. സംസാരിച്ചുകൊണ്ട് അല്പം മുന്നിലേക്ക് മാറി നിന്നവൾ മറുവശത്തു നിന്നും കേട്ട ഗൗരവമേറിയ വിഷയം കേട്ടതും ആകെ തകർന്നു പോയിരുന്നു. അതേസമയം ലേഡീസ് ടോയ്ലറ്റിൻ്റെ പുറത്തുള്ള ഹാളിലേക്ക് ഇറങ്ങി വന്നവളുടെ മുൻപിലേക്ക് 2 ചെറുപ്പക്കാരന്മാർ വന്നു നിന്നു. ആടിയുള്ള അവരുടെ നിൽപ്പ് കണ്ടതും വൈശാഖി പേടിച്ചു പോയി. ഒരു സഹായത്തിനായി ചുറ്റും നോക്കിയവളുടെ കണ്ണുകൾ അവിടെയെങ്ങും ആരെയും കാണാത്തതുകൊണ്ടാവാം നിറഞ്ഞു വന്നത്. ഇത്രയും സുന്ദരിയായ ഒരു ഡാൻസുകാർ ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നെന്ന് ഇന്നാ കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത്. ഹാളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനായി തുനിഞ്ഞവളുടെ മുൻപിലേക്ക് അവർ പൊടുന്നനെ കയറി നിന്നു. അവരിൽ നിന്നും ഗന്ധം പരന്നതും വൈശാഖിയുടെ ശബ്ദം ആലില പോലെ വിറച്ചു. മാറി നിൽക്ക്, മാറാൻ. ഫോണിൽ സംസാരിച്ചതിന് ശേഷം ടോയ്ലറ്റിന് മുൻപിലുള്ള ഹാളിലേക്ക് കയറി വന്ന റോസ് കാണുന്നത് ചുവരിൽ ചാരി നിന്നുകൊണ്ട് പേടിച്ച് വിതുമ്പി കരയുന്ന വൈശാഖിയെയും അവളിലേക്ക് ചായാൻ നിൽക്കുന്ന സീനിയേഴ്സിനെയുമാണ്. ആ കാഴ്ചയിൽ പെണ്ണൊന്ന് പേടിച്ചു പോയെങ്കിലും റോസ് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. വൈശുവിൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ തുറച്ചിരിക്കുകയായിരുന്നു. ഒരു പാവയെപ്പോലെ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീര് മാത്രമായിരുന്നു വൈശാഖിക്ക് ജീവൻ എന്നുള്ളതിൻ്റെ തെളിവ്. അവളെ വിട്. ഉച്ചത്തിലുള്ള റോസിൻ്റെ ആക്രോശം കേട്ടതുകൊണ്ടാവാം അവർ ഇരുവരും ആടി വൈശുവിൽ നിന്നും റോസിന് നേരെ തിരിഞ്ഞത്. അവളെ വിട്, അല്ലെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. റോസ് ഓടിച്ചെന്ന് വൈശാഖിയുടെ കയ്യിൽ പിടിച്ച് അവരിൽ നിന്നും മാറ്റി നിർത്തി. നീ ആരാണാവോ? എത്ര ധൈര്യം ഉണ്ടായിട്ടാടി നീ ഞങ്ങളുടെ മുമ്പിൽ കടന്ന് വച്ചെടുക്കുന്നേ? ഒരുവൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ആടി റോസിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. മാറ്. റോസ് അവനോട് അലറി. കാരണം സർവാൻ നഗർന്നു നിൽക്കുന്ന കൂട്ടുകാരിയെ കണ്ടതും റോസിന് ഭയം തോന്നിയിരുന്നു. വൈശാഖിക്ക് ഇടയ്ക്കിടയ്ക്ക് ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യം അവൾക്ക് ബാലു പറഞ്ഞുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ അവൾ വൈശുവിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഇല്ലെങ്കിലോ? അവരിലൊരുവൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. പുറത്ത് ബോധം നശിച്ചതുപോലെയായിരുന്നു അവന്മാരുടെ കാട്ടിക്കൂട്ടലുകൾ. മാറാനാ പറഞ്ഞേ. ഉള്ളിൽ ഭയം തോന്നുന്നുണ്ടായിരുന്നെങ്കിലും റോസ് അത് പുറത്തേക്ക് കാട്ടിയില്ല. കാരണം അവളും കൂടി തളർന്നു പോയാൽ അവർ തങ്ങളെ വല്ലതും ചെയ്യുമെന്ന് റോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെങ്കിലും ഇങ്ങോട്ടേക്ക് വരണമേ എന്നവൾ ആ നേരെ ഈശ്വരന്മാരോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോയി. കോളേജിലുള്ള സകല ആളുകളും ഇപ്പോൾ ഗ്രൗണ്ടിൽ വടംവലി മത്സരം കാണാൻ കൂട്ടം കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ആര് വരാനാ? റോസിന് കരച്ചിൽ വന്നുപോയി. പേടിച്ചു വിറച്ച് തുറച്ച കണ്ണുകളുമായി നിൽക്കുന്ന വൈശാഖിയെയും കൊണ്ട് ഇവന്മാരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ അവൾ ഉഴറിപ്പോയി എന്ന് വേണം പറയുവാൻ. എൻ്റെ പിള്ളേരെ, ഞങ്ങൾ മാറിയിട്ടിപ്പോൾ എന്നാ ചെയ്യാനാ? നമുക്കിവിടെ വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ. ഒരുത്തം വന്ന് വൈശുവിൻ്റെ കയ്യിൽ പിടിച്ചതും പൊടുന്നനെ അവൾ ഞെട്ടലോടെ പിന്നിലേക്ക് 2 അടി മാറി നിന്നു. കൈ വിടുവിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ അവളെ വിട്ടില്ല. റോസ് അവരുടെ ഇടയിൽ കയറി വൈശുവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചവനെ പിന്നിലേക്ക് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുൻപിൽ അവൾക്കൊന്നും ചെയ്യുവാനും പറ്റിയില്ല. എന്തു ചെയ്യണമെന്നൊരു ഊഹവും കിട്ടാഞ്ഞിട്ടാവാം അവിടെ ഇരുന്നൊരു ടോയ്ലറ്റ് മോബ് എടുത്ത് റോസ് അവനെ പിന്നിൽ നിന്ന് ശക്തിയോടെ തള്ളി മാറ്റിയത്. അവൻ പിന്നിലേക്കൊന്ന് ആഞ്ഞു പോയെങ്കിലും വൈശുവിൻ്റെ കൈക്ക് മുകളിലുള്ള പിടി അയച്ചു. അത് കണ്ടതും രണ്ടാമൻ റോസിനെ പിടിച്ചു വലിക്കാനായി നോക്കി. റോസ് അവനെ അപ്പോഴേക്കും നോടിയിടയിൽ അവളെയും വലിച്ചുകൊണ്ട് ടോയ്ലറ്റ് സെക്ഷനിലേക്ക് ഓടിപ്പോയിരുന്നു. ഒരു ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി അകത്ത് നിന്നും കുറ്റിയിട്ടവൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഏണിനും കൈയും കൊത്തി നിന്നുകൊണ്ട് റോസ് ആശ്വാസത്തോടെ നെറിവീർപ്പെട്ട ആ സമയം വൈശു. ഒരു നിമിഷം കഴിഞ്ഞ് വൈശാഖി നിൽക്കുന്നിടത്തേക്ക് നോക്കിയവൾ ഉടനെ പേടിച്ചലറിപ്പോയി. ഫ്ലഷ് ടാങ്കിലേക്ക് ചാരി ടോയ്ലറ്റ് സീറ്റിന് മുകളിൽ ഇരിക്കുന്ന വൈശാഖി. അവളുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തിരിപ്പുണ്ട്. ശരീരം വറയ്ക്കുന്നുണ്ട്. അതുകൂടാതെ വൈശുവിൻ്റെ ദേഹം വെട്ടി ഉയർത്താണ് ഇരിക്കുന്നത്. ശ്വാസം കിട്ടാത്തതുപോലെ ആയത്തിൽ പെണ്ണ് വലിക്കുന്നതിൻ്റെ ഫലമായി നെഞ്ചിക്കൂടെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. വൈശു,
എടി കൊച്ചേ, റോസ് അവളുടെ മുഖത്തേക്ക് തട്ടി വിളിച്ചുകൊണ്ട് കരഞ്ഞു. വൈശുവേ, എടി കൊച്ചേ, എന്നാ പറ്റിയടി? ഒന്ന് മിണ്ടടി. ടാപ്പ് തുറന്ന് അതിൽ നിന്ന് വെള്ളം പിടിച്ച് വൈശാഖിയുടെ മുഖത്തേക്ക് പേടിയോടെ തളിച്ചു കൊടുത്തവൾ. വൈശുവേ, എന്നിട്ടും അനങ്ങാതെ ഇരിക്കുന്നവൾ റോസിലെ ഭയം കൂട്ടി. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കയ്യിലിരുന്ന ഫോൺ എടുത്ത് ആദ്യം അവൾ വിളിച്ചത് ബാലുവിനെ ആയിരുന്നു. അത് ബെല്ലടിച്ച് നിന്നപ്പോഴാണ് അവരെല്ലാവരും ഇപ്പോൾ മത്സരത്തിലായിരിക്കുമല്ലോ എന്നൊരു ബോധം പോലും അവൾക്കുണ്ടായത്. അടുത്ത നിമിഷം അവളുടെ മനസ്സിൽ തെളിഞ്ഞത് മഹാദേവൻ്റെ മുഖമായിരുന്നു. കോളേജിൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ നിന്നും ദേവൻ്റെ നമ്പർ എടുത്ത് വെപ്രാളത്തോടെ അതിലേക്ക് അവൾ കോൾ ചെയ്തു. 2-3 റിങ് കഴിഞ്ഞ് അടുത്തത് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറുവശത്ത് നിന്നും മത്സരത്തിൻ്റെ ഉച്ചത്തിലുള്ള കോലാഹല ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നത്. ഹലോ, ഹലോ സാർ, അവൾ അലറി വിളിച്ചു. ഹലോ. അപ്പുറത്ത് നിന്നും മഹാദേവൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വ്യക്തമല്ലായിരുന്നു. ഹലോ സാർ, ഞാൻ റോസാണ്, അവൾ വീണ്ടും അലറി. പക്ഷേ അപ്പുറത്തു നിന്നും പഞ്ചാരിമേളത്തിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവൾക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഉടൻ തന്നെ കോള് കട്ടാവുകയും ചെയ്തു. അയ്യോ കർത്താവേ! വീണ്ടും കരഞ്ഞുകൊണ്ടാണ് റോസ മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. ദേവൻ കോൾ എടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നെങ്കിലും റോസിന് അതൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോള് വീണ്ടും കട്ടായി. ഇനി എന്ത് ചെയ്യും എന്ന ചിന്തയിൽ നിന്നപ്പോഴാണ് ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൾ വോയിസ് കോൾ ചെയ്തിട്ടത്. പക്ഷെ ആരും ആ കോള് കണ്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുവടി? ഫ്ലഷ് ടാങ്കിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവളെ നോക്കി അവൾ തലയിൽ തല്ലി കരഞ്ഞുപോയി. ഇറങ്ങടി ഇങ്ങോട്ട്. പൊടുന്നനെയാണ് തങ്ങൾ നിൽക്കുന്ന ടോയ്ലറ്റ് ഡോറിൻ്റെ തല്ലിയുള്ള അവന്മാരുടെ ആക്രോശം റോസ് കേൾക്കുന്നത്. കർത്താവേ! പൂങ്കുല പോലെ പെണ്ണിനെ വിറച്ചു തുടങ്ങി. കുലുങ്ങുന്ന വരാന്തയിലേക്ക് അവൾ ബലം പ്രയോഗിച്ച് ചാരി നിന്നു. ഇതിൽ കയറി കഥ കടച്ചിരുന്ന കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടി. തല്ലിപ്പൊളിക്കുന്ന രീതിയിൽ വന്ന അവന്മാർ വാതിലിൽ തട്ടി. ഡോറിൻ്റെ കൊളുത്ത് പറഞ്ഞു പോകുമോ എന്നവൾ പേടിച്ചു. ബോധമില്ലാതെ വൈശാഖിയും കൊണ്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് റോസിനെ കിലുകിലാന്ന് വിളിച്ചു. പൊടുന്നനെയാണ് റോസിൻ്റെ ഫോൺ ചിലച്ചത്. മഹാദേവൻ സാർ കോളിംഗ്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളിൽ പൊടുന്നനെ ആശ്വാസം നിറഞ്ഞു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാവേ.